This is the all new 2024 Maruti Suzuki Dzire. നാലാമത്തെ ജനറേഷനാണ് മാരുതി സുസുക്കി ഈ ഡിസയറിന് കൊടുത്തിരിക്കുന്നത്. സ്വിഫ്റ്റ് ഈ വർഷം ലോഞ്ച് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം തന്നെ നമുക്കറിയായിരുന്നു ഡിസയറിന് ഒരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ജനറേഷൻ ചേഞ്ച് ലഭിക്കുന്നു. അത് ഫൈനലി എത്തിയിരിക്കുകയാണ്. പുതിയൊരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു DRL കാണാനായിട്ട് സാധിക്കും. ഡിഫറൻറ്റ് അറേയിൽ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ഓഫ് ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ രണ്ട് ഹെഡ്ലാമ്പ് യൂണിറ്റിലെ DRL തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റും ആ ഒരു ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. ഗ്രില്ലിലേക്ക് നോക്കുകയാണെങ്കിൽ വലിപ്പമേറിയിട്ടുള്ള ഒരു ഗ്രില്ലാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ക്രോം എലമെൻറ്റിൻ്റെ പാറ്റേൺ ഒക്കെ കിട്ടും. അത് ആക്സസറീസ് പാക്കായിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഒരു C ഷേപ്പിലായിട്ടുള്ള ഒരു LED ഫോഗ് ലാമ്പും ലഭിക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്വിഫ്റ്റിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഫോഗ് ലാമ്പ് യൂണിറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. സോ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ ലോഗോ എടുത്ത് കളഞ്ഞാൽ ഇത് മാരുതിയുടെ വണ്ടിയാണെന്ന് പോലും ആരും പറയാത്ത ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ പിൻഭാഗത്തെ ഡിസൈൻ വളരെയധികം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ആൻഡ് നമുക്കിപ്പോൾ ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു കീയിലാണ്. കീ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. 385 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല മാസീവായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ഇൻസുലേഷൻ്റെ കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതുകൂടെ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. കാരണം പ്രീവിയസ് ജനറേഷനിൽ പോലും ഈ ഒരു ഇൻസുലേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. സോ പുതിയ അപ്ഡേറ്റിലെങ്കിലും പ്രതീക്ഷിച്ചൊരു കാര്യമാണ്. സോ ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുള്ള പുതിയൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു രണ്ട് ടെയിൽ ലാമ്പിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലായിട്ടുള്ള ഒരു ബ്ലാക്ക് എലമെൻറ്റിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ക്രോം എലമെൻറ്റ് കാണാനായിട്ട് സാധിക്കും. ആൻഡ് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയും ലഭിക്കുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബമ്പറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ഫീച്ചറാണ്. എന്നാൽ നമുക്ക് ആക്സസറീസ് പാക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആക്സസറീസ് പാക്ക് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു എഫക്റ്റോട് കൂടി ഈ ഒരു ഭാഗം നമുക്ക് ഡിസൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നമുക്കിവിടെ സ്പോയിലർ ലഭിക്കുന്നുണ്ട്. ഇത് അക്രോസ് എല്ലാ വേരിയൻസിലും ഫ്രം ദ ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് ഈ ഒരു സ്പോയിലറും ലഭിക്കുന്നുണ്ട്. 15 ഇഞ്ച് വീൽസാണ് ലഭിക്കുന്നത്. ആൻഡ് പുതിയ ഒരു അലോയ് വീൽ ഡിസൈൻ പാറ്റേൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ഡ്യുവൽ ടോൺ പെയിൻ സ്കീമാണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ഒരു യൂണിറ്റ് നമുക്ക് ഈ ഒരു മിററിൻ്റെ ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. ആൻഡ് സൈഡ് ഇൻഡിക്കേറ്റേഴ്സും മിററിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് റോയിലേക്ക് വരികയാണെങ്കിലും വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് ആണ് ഈ ഒരു ഡിസൈറിൽ മാരുതി ഓഫർ ചെയ്യുന്നത്. ഈ ഒരു സീറ്റ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഇട്ടിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല ഒരു ലെഗ് റൂം കിട്ടുന്നുണ്ട്. അണ്ടർത്തെ സപ്പോർട്ട് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു അണ്ടർത്തെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെയാണ് റീഡിംഗ് ലാമ്പ് വരുന്നത്. കാര്യം സൺറൂഫ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ 2 റീഡിംഗ് ലാമ്പ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒറ്റ റീഡിംഗ് ലാമ്പിലാണ് മാരുതി നോർമലി ചെയ്യുക. ആൻഡ് നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട് വിത്ത് 2 കപ്പ് ഹോൾഡേഴ്സാണ് വരുന്നത്. 3 ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2 പേർക്കുള്ള ഹെഡ് റെസ്റ്റേ കൊടുത്തിട്ടുള്ളൂ. ഡ്രൈവർ സീറ്റിൻ്റെ ബൈക്കിൽ മാഗസിൻ ഹോൾഡേഴ്സ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. കോ ഡ്രൈവറുടെ ആ ഒരു സീറ്റിൻ്റെ ബൈക്കിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ആൻഡ് ബൈക്കിലേക്ക് AC വെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഓവറോൾ വിസിബിലിറ്റിയും സ്പേസും കംഫർട്ടൊക്കെ നോക്കുമ്പോഴും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സെഡാന് ആവശ്യമായിട്ടുള്ള എല്ലാ കംഫർട്ടും ഒരു സ്പേസും ഈ ഒരു വാഹനത്തിൽ ഓഫർ ചെയ്യുന്നുണ്ട്. പുതിയ ഡിസയറിൽ, അതായത് മാരുതി ഇപ്പോൾ സ്വിഫ്റ്റ് ഡിസയർ എന്ന് വിളിക്കാറില്ല, ഡിസയർ എന്ന് മാത്രമാണ് വിളിക്കാറുള്ളത്. അങ്ങനെ ഒരു ബ്രാൻഡായിട്ട് ഇത് മാറിയിട്ടുണ്ട്. സോ ഡിസയറിൽ കൊടുത്തിരിക്കുന്നത് സ്വിഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ്. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 82 HP പവറും 112 Nm ടോർക്കുമാണ്. ഒരു 5 സ്പീഡ് മാനുവലിലും അതുപോലെ തന്നെ 5 സ്പീഡ് AMTയിലുമാണ് ഈ ഒരു വാഹനം ലഭിക്കുന്നത്. MT എന്ന് പറയുന്നത് മാരുതി ഏജസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 2 ഗിയറിൽ മാത്രമേ നമുക്ക് ഒരു ലാഗ് വരുന്നുള്ളൂ. രണ്ടാമത്തെ ഗിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല. അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഗിയർ ലീവർ ഇപ്പോൾ വന്ന് ചെറിയൊരു കുട്ടി ഗിയറായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഗിയറിൻ്റെ ആ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റേഴ്സ് ഒക്കെയാണ് അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന ടെക്സ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സോ സ്റ്റിയറിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ ചെറിയൊരു സിൽവർ എലമെൻറ്റിൻ്റെ ഇൻസെറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. സീറ്റ് കംഫർട്ടൊക്കെ നോക്കുകയാണെങ്കിലും ഒരു നല്ല സീറ്റിംഗ് പൊസിഷനും നല്ല റൈഡിങ് കംഫർട്ടും കിട്ടുന്ന ഒരു സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അത് മാനുവലിയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് നമുക്ക് സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചറായിട്ട് സൺറൂഫ് വരുന്നുണ്ട്. ആൻഡ് കപ്പ് ഹോൾഡേഴ്സും നിരവധി ചാർജിങ് പോർട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചാർജിങ് പോർട്സ് നോക്കുകയാണെങ്കിൽ Type A, Type C 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗുഡ് ടച്ചാണ്. ഫോണുമായിട്ട് കുറച്ചുകൂടി ഒരു ഫോണും വാഹനമായിട്ട് കുറച്ചുകൂടെ കണക്റ്റ് ആക്കി വെക്കാനായിട്ടുള്ള എല്ലാ സെറ്റിങ്സും കൊടുത്തിട്ടുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. ആൻഡ് അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു റെസൊല്യൂഷനും അതിൻ്റെ ഒരു ഗ്രാഫിക്സും കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട് കമ്പയറിംഗ് ടു ഫ്രോങ്സ്, ബ്രസ പോലുള്ള വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ മേ ബി ആ ഒരു വാഹനങ്ങളിലും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റോടുകൂടി ഈ ഒരു ഗുഡ് ടച്ച് ഒക്കെ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. വയർലെസ്സും വയർഡായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും. ആൻഡ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ORVM ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു മ്യൂസിക് എക്സ്പീരിയൻസും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്.
ആംബ്രഷ് വരുന്നില്ല, അത് നമുക്ക് സ്വിഫ്റ്റിലും ലഭിച്ചിരുന്നില്ല. എന്നാൽ പിൻഭാഗത്ത് ആംബ്രഷ് വരുന്നുണ്ട്. അത് നമുക്ക് സ്വിഫ്റ്റിൽ ലഭിക്കാത്ത ഒരു കാര്യം തന്നെ ഈ ഡിസൈറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ബാക്കിലെ AC വെൻസും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ 2 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ആൻഡ് ഈ സീറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബേജ് കളറിൻ്റെ, സീറ്റിൽ മാത്രമല്ല ഓവറോൾ ഇന്റീരിയറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു കളർ പാറ്റേൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സീറ്റ് കൊടുത്തിരിക്കുന്ന ബേജ് കളർ പെട്ടെന്ന് അഴുക്കാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മാരുതിയുടെ ആക്സസറീസ് മോഡലിൽ ഈ സീറ്റിന് ഒരു പ്രത്യേക കവർ ലഭിക്കുന്നുണ്ട്. ആ കവർ മേടിച്ചിരിക്കുകയാണെങ്കിൽ ചെളിയാകാതെ നമുക്ക് ആ കവർ ഒന്ന് റിമൂവ് ചെയ്താൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഡാഷ്ബോർഡിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ്. ആൻഡ് ലെയർഡ് ആയിട്ടുള്ള ടെക്സ്ചർ ഫിനിഷും കളർ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ എലമെൻറ്റ് കാണാനായിട്ട് സാധിക്കും. ആൻഡ് അഗെയിൻ ഇതൊരു വളരെ പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് പ്രീവിയസ് ജനറേഷൻ ഡിസൈർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്റീരിയറിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന റിച്ച് മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ് മാരുതി കഴിഞ്ഞ 4 ജനറേഷനിലും യൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റിലും കൊണ്ടുവന്നിരിക്കുന്നത്. മാരുതിയുടെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് സെല്ലിംഗ് 4ാമത്തെ കാറാണ് ഡിസൈർ എന്ന് പറയുന്നത്. അതും ഈ ഒരു കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ് ഡിസൈർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ്. ഫ്രണ്ടിലെ ഡിസൈൻ മാറിയിട്ടുണ്ട്, പിൻഭാഗത്തെ ഡിസൈൻ മാറിയിട്ടുണ്ട്, ഇന്റീരിയർ കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി പുതിയ ഒരു ജനറേഷൻ ചേഞ്ച് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഹോണ്ട അമേസിൻ്റെ ഒരു ടീസർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹോണ്ട അമേസും ഈ ഒരു കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിലേക്ക് വളരെയധികം അഗ്രസീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മാരുതിക്ക് കിട്ടുന്ന ആ ഒരു പോപ്പുലാരിറ്റിയും ആ ഒരു സർവീസ് നെറ്റ്വർക്കും ആ റീസെയിൽ വാല്യൂ ഒന്നും അമേസിന് കിട്ടാനായിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ അമേസ് അത്രയധികം ഫീച്ചേഴ്സോട് കൂടി പിന്നെയും ഒരു 2ാമത്തെ തിരിച്ചുവരവ് നടത്തേണ്ടിയിരിക്കുന്നു. അമേസിൽ ഹോണ്ടയുടെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ 1-2 വാഹനം വെച്ചിട്ടാണ് ഹോണ്ട ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത്. ഹോണ്ടയുടെ ഫ്യൂച്ചർ എന്താവുമെന്ന് നമുക്കും വളരെയധികം ഡൗട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. സോ ആ സമയത്താണ് അത്രയധികം ചേഞ്ചസ് ഉള്ള, അത്രയധികം ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ടിറ്ററെ മാരുതി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് നിലവിൽ അറിയില്ല. മേ ബി ഒരു പ്രീമിയം പ്രൈസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രീമിയം ഫീച്ചേഴ്സ് ആയിട്ടുള്ള സൺറൂഫ്, 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഒക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇൻട്രോഡക്ടറി ഓഫർ ആയിട്ടുള്ള പ്രൈസിങ്ങും ചിലപ്പോൾ മാരുതി അനൗൺസ് ചെയ്തേക്കാം. സോ എന്തായാലും വാഹനം എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആൻഡ് തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. ഈ ഒരു വാഹനം നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സായിട്ടും നല്ല പ്രാക്ടിക്കാലിറ്റി എലമെൻറ്റ്സും ആഡ് ചെയ്തിട്ടാണ് പുതിയ മാരുതി ഡിസൈറിനെ മാരുതി അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.